കിട്ടിയാ കിട്ടിയില്ല. മര്യാദക്ക് കാലം ഓർത്തോ. തുറക്കൂല. അമ്മൂമ്മ എനിക്കുള്ള ഫുഡ് ജനാല വഴി തന്നാ മതി. അതെ, മക്കൾക്ക് പച്ച വെള്ളം പോലും ഇല്ല. മക്കൾ ആദ്യം വാതിലോർത്തത് പഠിക്ക്, എന്നിട്ട് ഭക്ഷണം തരാം. ഞാൻ പഠിക്കൂല. നീ നോക്കിക്കോടി, നിന്നെ ഞാൻ ചാക്കി കയറ്റി വെക്കും. ഞാൻ താണ്ട പറന്ന് പോട്ട് നോക്കിയപ്പോ അത് തന്നെ തീരുമാനം ഉണ്ടാക്കണമല്ലോ. അമ്മമ്മേ, ഇവക്ക് പച്ച വെള്ളം പോലും കൊടുത്തു പോരുത്. ദൈവമേ, ഇവരിപ്പോ പറഞ്ഞ പോലെ എന്നെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കൂ? ഈ ചേട്ടനോട് ആക്രി ഇറക്കാൻ വരുന്നല്ലേ? അയ്യോ, നേരത്തെ പറഞ്ഞ സത്യായിരുന്നോ? എന്നെ ആക്രി കൊടുക്കാനുള്ള പ്ലാൻ ആണോ? എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. പിന്നെ ഇവിടെ നിൽക്കണത് അതെ, ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ചേച്ചി സത്യം പറ, എന്നെ കൊടുക്കാനുള്ള പ്ലാൻ ആണോ? അതെ, നിന്നെ കൊടുക്കാനുള്ള പ്ലാൻ തന്നെയാ. പറ്റിയ ആളെ കേശോടെ നപ്പിക്കൊണ്ടിരിക്കുക. ചേച്ചി എന്തോന്ന് ചേച്ചിക്ക്? പിന്നെ അല്ലാതെ പറഞ്ഞാ കേൾക്കാത്ത പിള്ളേരെ എന്തിനാ വീട്ടിൽ നിർത്തുന്നേ? ആർക്കെങ്കിലും കൊടുത്താ പോരെ? എന്താണ് ആക്രിച്ചേട്ടനായിട്ട് സംസാരം? അതൊന്നുമില്ല, ഇവിടെ പുറകില് കുറച്ച് ചളിങ്ങി പാത്രമൊക്കെ കിടപ്പുണ്ടല്ലേ, അതൻ കൊടുത്തിട്ടാന്ന് വിചാരിച്ചു. അപ്പൊ വില കൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ലായിരുന്നു. അങ്ങനെ ചേച്ചി ഒരാളെ അപ്പുറത്ത് പേടിച്ച് ഒളിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാറുവിനെ കൊടുക്കാൻ പോവാന്ന്, അത് കേട്ട് പേടിച്ചിരിക്ക. ഞാൻ ഇപ്പൊ ആക്രി ചേട്ടനായിട്ട് സംസാരിക്കുന്നവള് കേട്ട് ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഈശ്വര, എന്നെ കൊടുക്കുവെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉണ്ടാവണം. കേശുവേ, ഓ പാറുവിന് കൊടുക്കുന്ന കാര്യം എന്തായടാ? ചേച്ചി, ഇത്രയും നേരം ഞാൻ ആ പുള്ളി എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്, ആക്രി വിലക്കങ്ങ് എടുത്തോ, നമുക്ക് അത്ര വലുതായിട്ടൊന്നും ഫണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയുക, എവളെ കിട്ടിയിട്ട് പുള്ളിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന്. അതിപ്പോ നമുക്കും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് വേണ്ടാന്ന്. സമാധാനം. വേണ്ടെന്ന് പറഞ്ഞ? ആ, കാരണം പുള്ളിയല്ല ഈ ഏരിയ ഹാൻഡിൽ ചെയ്യുന്നത്, പുള്ളിയുടെ ബോസ് ആണെന്ന്. അതായത് ഈ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേര്, പഠിക്കാത്ത പിള്ളേര്, തല്ലുള്ളി പിള്ളേര്, ഇവരെയൊക്കെ പുള്ളിയുടെ ബോസ് ആവശ്യമില്ലാത്ത വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്തോണ്ട് പോകും.